ഡബിൾ സൺറൂഫ് വരുന്ന പനോറമിക് സൺറൂഫ് വരുന്ന അവൻഗാർഡ് 2015 250 ആണ്. അത് ബ്ലാക്ക് കളർ, നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള, ഓൾമോസ്റ്റ് എല്ലാം ഒറിജിനൽ കാര്യങ്ങളൊക്കെ നല്ല ക്ലീനിലാണുള്ളത്. പമ്പർ അത്യാവശ്യം ടയർ ഒരു 60-65% ടയർ ഉണ്ട്. ഇതിനെ സൂചിപ്പിക്കുന്ന CDI ഒരു എംബ്ലം ഉണ്ട്. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോള് ഒക്കെ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് താഴോട്ടും മേലോട്ടൊക്കെ പൊക്കാറുണ്ടാവാറില്ല. മാത്രമല്ല ഫ്രണ്ട് ക്യാമറ ഉണ്ട്. നമുക്ക് ഫ്രണ്ടിലൊക്കെ എടുക്കുമ്പോൾ അപ്പൊ ഇതിന് ഫ്രണ്ടിൽ കർട്ടന് ക്ലോസ് ആയി പോകും, ഉള്ളിലോട്ട് ഇങ്ങനെ ഫോൾഡ് ആയി പോകും. ഫ്രണ്ട്സ്, റാസി കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എല്ലാവരും പ്രിയപ്പെട്ട വാഹനമായ ബ്രാൻഡായ മെർസിഡീസ് ബെൻസിന്റെ ഈ ക്ലാസ്സിലെ E250 ആണ്. ഇതുപോലുള്ള മോഡൽ നമ്മൾ ഒരുപാട് നമ്മുടെ ചാനലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇതിന് വ്യത്യസ്തമായിട്ട് ഇത് E250 ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ഡബിൾ സൺറൂഫ് വരുന്ന പനോറമിക് സൺറൂഫ് വരുന്ന അവൻഗാർഡ് 2015 രജിസ്ട്രേഷൻ വരുന്ന ഒരു വാഹനമാണിത്. അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാ നമുക്കൊന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ റാസി കാർസ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ കൂടെ കൂടാൻ വേണ്ടി ശ്രമിക്കണം. താഴെ ലിങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഡീറ്റെയിൽസ്, ഫേസ്ബുക്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒക്കെ ഒന്ന് കയറി നോക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊക്കെ വേണ്ടി ഒന്ന് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അപ്പൊ ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് 2015 രജിസ്ട്രേഷനിൽ, അത് 2014 ഡിസംബറിലാണ്, 2015 ഇത് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ 2015 വരുന്ന E250 ആണ്. അത് ബ്ലാക്ക് കളർ, നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള, ഓൾമോസ്റ്റ് എല്ലാം ഒറിജിനലാണ്. ലൈറ്റ് കാര്യങ്ങളെല്ലാം ഒറിജിനൽ, ഫുള്ളി കമ്പനി സർവീസുമാണ്. 2023 വരെ കമ്പനിയിൽ ഇത് മാത്രമേ സർവീസ് ചെയ്തിട്ടുള്ളൂ. അതിന്റെ ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ ഓൾമോസ്റ്റ് ഇത് നോക്കുമ്പോൾ. പിന്നെ മെയിൻ ക്ലാസ് ഇതിൽ റീപ്ലേസ് ഉണ്ട്, പക്ഷെ അത് കമ്പനിയിൽ നിന്നാണ്, ഹിസ്റ്ററിയിലുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ വാഹനം എടുക്കാൻ. ഇത്തരം മോഡലുകളൊക്കെ നമ്മൾ റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ തന്നെ അത് കമ്പനിയിൽ സർവീസ് ഹിസ്റ്ററിയിൽ റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. പുറത്തുനിന്നാണ് റീപ്ലേസ് ചെയ്തെങ്കിൽ നമ്മൾ ആ വണ്ടി തന്നെ നേരെ എടുക്കാതെ വേറെ വണ്ടിയിലോട്ട് ആണ് പോവാറ്. അങ്ങനെയാണ് നമ്മൾ പതിവ്. ഇതൊക്കെ കമ്പനി സർവീസ് റെക്കോർഡുള്ള വണ്ടി ആയതുകൊണ്ടാണ് നമ്മൾ എടുത്തത്. അപ്പോൾ മൊത്തം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഗ്രില്ല് കാര്യങ്ങളൊക്കെ നല്ല ക്ലീനിലാണുള്ളത്. ജസ്റ്റ് പമ്പർ നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ഒരു റീപെയിന്റ് നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഓൾറെഡി വണ്ടി നല്ല ക്വാളിറ്റി തന്നെയാണ് ഉണ്ടായിരുന്നത്. ജസ്റ്റ് പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. പിന്നെ അലൈവിയിൽ വരികയാണെങ്കിൽ ഈ ഒരു ടൈപ്പ് അലൈവിയിലാണ് 2013 ശേഷം വന്നത്. അത് തന്നെയാണ് ഇതിലുള്ളത്. അത്യാവശ്യം ടയർ ഒരു 60-65% ടയർ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോൾ മിററിൽ ഫോൾഡിങ് മിററാണ്, ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. അതിൽ സൈഡ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണുള്ളത്. പിന്നെ ഗ്ലാസ്സുകളൊക്കെ ഒറിജിനലാണ്. 2014-15 വരുന്ന ഗ്ലാസ്സുകൾ തന്നെയാണ് എല്ലാം മാനുഫാക്ചറിങ് ഒക്കെ ചെയ്തിട്ടുള്ളത്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് സൈഡ് ഭാഗം നോക്കുമ്പോൾ. പിന്നെ പുറകുവശം നോക്കുമ്പോൾ CDI, ഡീസലിനെ സൂചിപ്പിക്കുന്ന CDI ഒരു എംബ്ലം ഉണ്ട്. പിന്നെ E250 വേരിയന്റിനെ സൂചിപ്പിക്കുന്നതാണ്, അതും വന്നിട്ടുണ്ട്. ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ ഡബിൾ സൈലൻസർ ഇതിൽ വരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ബാക്ക് ഭാഗം നോക്കുമ്പോൾ നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത്. ഇന്റീരിയർ ഭാഗങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി. ഒരു സ്ക്രാച്ചസോ കാര്യങ്ങളോ, ഈവൻ സ്റ്റിയറിംഗ് പോലും ഒരു ബട്ടൺസ് കാര്യങ്ങളൊന്നും ഫെയ്ഡ് ആയിട്ടില്ല. ചില വണ്ടികളുടെ ബട്ടൺ കാര്യങ്ങളൊക്കെ ഫെയ്ഡ് ആവാറുണ്ട്. അതുമില്ല. സ്റ്റിയറിംഗും നല്ലൊരു ഒന്നും കൈ വെച്ചിട്ടുള്ളൊരു കളറ് പോവുകയോ അങ്ങനെയൊന്നും ഒരു സംഭവം നടന്നിട്ടില്ല. അത് നല്ല ഇതിൽ തന്നെ ഉള്ളത്.
പിന്നെ നമുക്കിവിടെ ഹെഡ് ലാമ്പിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ റിവ്യൂ എടുത്തൊരു ടൈപ്പ് വാഹനമാണ്. അതുകൊണ്ട് ഈ ഭാഗത്തൊന്നും പിന്നെ നമുക്ക് അധികം ഒന്നും പറയാനില്ല. പിന്നെ സ്റ്റിയറിങ് കൺട്രോൾ ഒക്കെ വരുന്നുണ്ട്. സ്റ്റിയറിങ് താഴോട്ടും മേലോട്ടൊക്കെ പൊക്കാം. നാല് രൂപത്തിൽ നമുക്ക് ഇതിന് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റിയറിങ്ങിലാണ് ഗിയർ വരുന്നത്. ഇവിടെയാണ് പെഡൽ ഷിഫ്റ്റ് ആണ്. നമുക്ക് മാനുവലായിട്ട് ട്രിപ്റ്റോണിക്കായിട്ട് നമുക്ക് മാനുവലായിട്ട് യൂസ് ചെയ്യാൻ, ഗിയർ മാറ്റാൻ. ഓട്ടോമാറ്റിക് ആണെങ്കിലും കൂടി മാനുവലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഇത് ഈ ഒരു വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ഇതൊക്കെ ഇലക്ട്രോണിക്കിലാണ്. മാത്രമല്ല ഇതൊരു പുതിയ ഒരു ഡിസൈനിലാണ്. ഇതിന് മുന്നത്തെ ഡിസൈൻ വേറെ ആയിരുന്നു. പുതിയ ഡിസൈനിലാണ് കമ്പനി ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ മെമ്മറി ഫങ്ഷൻസ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. പവർ വിൻഡോൻ്റെ സ്വിച്ചസ് കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ വശങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഒരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട് മെഴ്സഡീസിൻ്റെ. പിന്നെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ AC വെന്റുകളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഈ 2015 വരുന്ന വണ്ടികളുടെ ഒരു പ്രത്യേകതയാണ് റിവേഴ്സ് ക്യാമറ ഇതിൽ വരുന്നത്. സാധാരണ റിവേഴ്സ് ക്യാമറ നമുക്ക് 14 ഇറങ്ങിയ വണ്ടിക്കും 13 ലാസ്റ്റ് ഇറങ്ങിയ ഇതേ ഷേപ്പുള്ള വാഹനത്തിനും റിവേഴ്സ് ക്യാമറ ഉണ്ടാകാറില്ല. മാത്രമല്ല ഫ്രണ്ട് ക്യാമറയുണ്ട്. നമുക്ക് ഫ്രണ്ടിലൊക്കെ എടുക്കുമ്പോൾ അപ്പോൾ ഇതിന് ഫ്രണ്ടിലും റിവേഴ്സിലും ക്യാമറ ഉണ്ട്. സെയിം ഒറിജിനാലിറ്റിയിൽ തന്നെ ചെയ്തിട്ടുള്ള, അഡീഷണൽ ചെയ്തതല്ല. നമ്മൾ അഡീഷണൽ ചെയ്തൊരു വണ്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഒറിജിനാലിറ്റിയിൽ തന്നെയാണ് സംഗതി വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് മേലോട്ട് നോക്കുമ്പോൾ നമുക്ക് ഡബിൾ സൺറൂഫാണ് ഇതിന് വരുന്നത്. നമ്മൾ ഡബിൾ സൺറൂഫുള്ള വണ്ടികൾ ഇതിന്റെ അടിയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. അതിന് മുന്നേ തന്നെ സെയിൽ ആവാനാണ് പതിവ്. കാരണം ഒരുപാട് ഡിമാൻഡ് ഉണ്ട് ഈ ഡബിൾ സൺറൂഫിന്. അതെല്ലാം ഇലക്ട്രോണിക് വർക്കിംഗ് ആണ്. ഒരു സ്വിച്ചിൽ കർട്ടൺ ക്ലോസ് ആയി പോകും, ഉള്ളിലോട്ട് ഇങ്ങനെ ഫോൾഡ് ആയി പോകുന്നത്. പിന്നെ രണ്ടാമത്തെ ബട്ടണിലാണ് നമുക്ക് സൺറൂഫ് കയറി പോകുന്നത്. ഇതൊന്ന് ഓപ്പൺ ആവുകയും ചെയ്യും, ഒന്ന് ഗ്ലാസ് ടോപ്പ് ആയിട്ട് അങ്ങനെ കിടക്കുകയും ചെയ്യും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഈ ടൈപ്പ് വണ്ടികളാണ് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട്. പക്ഷെ നമുക്ക് വീഡിയോയിൽ കൊണ്ടുവന്ന് കാണിക്കാനുള്ള ഒരു സാവകാശം കിട്ടാറില്ല. അതിന് മുന്നേ തന്നെ അത് സോൾഡ് ചെയ്ത് പോകാനാണ് പതിവ്. പിന്നെ ഇതിന് ഇന്റീരിയർ ഇപ്പോൾ സീറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ നല്ല ഒരു സ്ക്രാച്ചസോ കാര്യങ്ങളോ ഫെയ്ഡോ ആകാത്ത നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇന്റീരിയറും സൈഡൊക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഇപ്പൊ ഇതിന്റെ പുറകുവശം എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല ലെഗ് സ്പേസ്, ബൂട്ട് സ്പേസ് ഒക്കെ ഉള്ള ഒരു രീതിയിലാണ് ഉള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു കർട്ടൺ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഈ മോഡലുകളിലൊക്കെ കോമൺ ആയിട്ട് വരുന്ന ഒരു കോമൺ ഫാക്ടറി ഫീച്ചേഴ്സ് ആണത് ഇവിടെ വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ AC വെന്റ് കാര്യങ്ങളുണ്ട്. ഇവിടെ 2 ഉണ്ട്. പിന്നെ അതിൽ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാം, ഫാൻ കൺട്രോൾ ചെയ്യാം. പിന്നെ 2 പോസ്റ്റ്, 2 സൈഡിലും AC വെന്റും കൊടുത്തിട്ടുണ്ട്. ബാക്കത്തെ സീറ്റിലേക്ക് ഇരിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അത്യാവശ്യം നല്ല ഇത് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. സീറ്റൊക്കെ കണ്ടാൽ തന്നെ അറിയാം ഒറിജിനാലിറ്റിയിലാണുള്ളത്. നമുക്ക് ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അൺറെസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും കപ്പ് ഹോൾഡറാണിത് വാട്ടറിൻ്റെ. എന്തെങ്കിലും ചെറിയൊരു ബോക്സുമായിട്ട് ഇവിടെയും വെക്കാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഓൾമോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇതിലിഞ്ഞ് കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് പറഞ്ഞത് തേർഡ് ഓണർഷിപ്പിൽ വരുന്നൊരു വാഹനമാണ്. അത് തന്നെ ഒരു ഫാമിലി 2 പേര് കൈമാറിയിട്ട് അങ്ങനെ തേർഡ് ഓണർഷിപ്പിലേക്ക് വന്നതാണ്. ഒരാൾ പുറത്തോട്ട് പോയിട്ട് എന്നാണ് നമ്മളോട് പറഞ്ഞത്, കസ്റ്റമർ പറഞ്ഞത്, ഇപ്പോൾ നിലവിലുള്ള കസ്റ്റമർ പറഞ്ഞത്. പിന്നെ മാത്രമല്ല അത് ഫുള്ളി കമ്പനി സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. 1 ലക്ഷത്തിന് മുകളിൽ വാഹനം ഓടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഓടിക്കുമ്പോൾ ഒരു പുതിയൊരു വാഹനം ഷോറൂമിൽ നിന്ന് ഇറക്കി ഓടിക്കുന്ന അതേ രൂപത്തിലാണ് നമുക്ക് ഫീൽ ചെയ്യുക. അത് വന്ന് ഓടിക്കുമ്പോൾ മനസ്സിലാവും. 1 ലക്ഷത്തിന് മേലെ കറക്റ്റ് നമുക്ക് കിലോമീറ്റർ നോക്കണം. 1 ലക്ഷത്തിന് മേലെ ഓടിയിട്ടുണ്ട്. പക്ഷെ അതും ഫുള്ളി 2023 വരെ കമ്പനിയിലാണ് സർവീസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഈ വാഹനം എടുക്കാനും കാരണം. അത്ര വെൽ മെയിൻറ്റെയിൻഡ് ആണ് ഈ വാഹനം വരുന്നത്. പിന്നെ മാത്രമല്ല ഇതൊരു ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് കണ്ട കസ്റ്റമേഴ്സ് ഒന്നുകൂടി ഞെട്ടി പോവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു രൂപത്തിലാണ് നമ്മൾ ഇതിന്റെ പ്രൈസും ഫിക്സ് ചെയ്തിട്ടുള്ളത്. നമുക്ക് 11,45,000 രൂപയ്ക്ക് ഈ വണ്ടി നമുക്ക് NOCയിൽ കൊടുക്കാൻ പറ്റും. അത് 2015 രജിസ്ട്രേഷനുള്ള വാഹനമാണ്, ഓർക്കണം. മാത്രമല്ല പനോരമിക് സൺറൂഫ് ആണെന്നുള്ളതും പരിഗണിക്കണം. അപ്പോഴാണ് ഇതിന്റെ പ്രൈസിലുള്ള ഇത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇത് ഡൽഹിയിലെ തന്നെ ഈ വാഹനങ്ങളൊക്കെ 13-14 ലക്ഷം രൂപയാണ് ഡൽഹിയിൽ വരെ ആസ്കിങ് ചെയ്യുന്ന പ്രൈസ്. പിന്നെ മാത്രമല്ല ഇതിൽ നമുക്ക് മെയിൻ ഗ്ലാസ് മാത്രമേ റീപ്ലേസ് ഉള്ളൂ. അതും മെഴ്സഡീസിൽ നിന്ന് കമ്പനിയിൽ നിന്നാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി ഒരു റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഗ്ലാസ് ഒന്നും റീപ്ലേസ് ഇല്ല. നമുക്ക് സർവീസ് ഹിസ്റ്ററി നമുക്ക് വരുന്ന കസ്റ്റമർക്ക് സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ് കൊടുക്കാൻ. 2023 വരെ സർവീസ് ഉണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽസ്. പിന്നെ ഇത് ഏകദേശം രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു 4 ലക്ഷം രൂപേന്റെ അടുത്ത് വരെ കാണേണ്ടി വരും കേരള രജിസ്ട്രേഷൻ ചെയ്യാൻ, നമ്പറാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇൻഷുറൻസ് നമ്മൾ പുതിയത് എടുത്തു കൊടുക്കും. ഇപ്പൊ നിലവിൽ ഇൻഷുറൻസ് ഇല്ല, എക്സ്പയർ ആണ്. നമ്മൾ പുതിയ ഇൻഷുറൻസ് കസ്റ്റമർക്ക് സെയിൽ ചെയ്യുന്ന സമയത്ത് എടുത്തു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ഓൾമോസ്റ്റ് മൊത്തം ഡീറ്റെയിൽസ് ഉള്ളത്. അപ്പോൾ പനോരമിക് സൺറൂഫ് ആണെന്നുള്ള പ്രത്യേകം ഓർക്കണം. അതിന് വേണം ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ഇതിന് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ട് എടുത്തു വെക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴും കസ്റ്റമർ നാളെയും മറ്റന്നാളൊക്കെ വരാമെന്നുള്ള പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മളെ റാസി കാർസ് യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഓരോ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തുന്നതാണ്. പിന്നെ റാസി കാർസിന്റെ ഇൻസ്റ്റാഗ്രാം ചാനലും ഫേസ്ബുക്ക് ചാനലും ഉണ്ട്. അതും കൂടി ജസ്റ്റ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം.
ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.